ഹലോ ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ പേര് ദിലീപ് എന്നാണ്. ഞാൻ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് അവസരത്തെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരുപാട് സാധാരണക്കാരുടെ ലൈഫിൽ വലിയ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് അവസരം, ഒരു ഗ്ലോബൽ ബിസിനസ് അവസരത്തെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബിസിനസ് അവസരത്തെ കുറിച്ച് പറയുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോട് ഓരോരുത്തരും പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആർക്കൊക്കെ ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നു, എല്ലാവർക്കും ഇത് ചെയ്ത് വിജയിക്കാൻ കഴിയില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം ആർക്കൊക്കെ വിജയിക്കാൻ കഴിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ലൈഫിൽ ഇതുപോലുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഉദാഹരണം പറയാന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ കടബാധ്യത കാരണം നിങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു മേഖല ഏറ്റെടുക്കാൻ കഴിയും. കാരണം നമ്മൾ വരവും ചെലവും, അതായത് വരുമാനവും ചെലവും നോക്കിക്കഴിഞ്ഞാൽ ഓരോ ദിവസവും എന്ത് ചെയ്യാണ്, നമ്മുടെ ചെലവുകൾ അനുദിനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചെലവുകൾ അനുദിനം കൂടിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ വരുമാനത്തിൽ വേണ്ടത്ര വർധനവ് വരുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് സാധാരണക്കാരായുള്ള ആളുകളെല്ലാം തന്നെ ഒരു ബാധ്യതയിലേക്ക് എന്ത് ചെയ്യാണ്, പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഈ ബാധ്യത ഒഴിവാക്കാനുള്ള കാരണം എന്താ ചെയ്യേണ്ടത്? വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ അതില്ല, വരുമാനത്തിൽ വർധനവില്ല, പക്ഷെ ചെലവുകൾ കൂടുന്നു. ഒരു മാസം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് സംഭവിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സൈഡിൽ നമ്മളെ കടബാധ്യതകൾ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിലവിൽ ചെയ്യുന്ന ജോലിയിലൂടെ കടബാധ്യതകൾ തീർക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, തീർച്ചയായിട്ടും ഒരു അധിക വരുമാനം കിട്ടുന്ന ഒരു മേഖല നിങ്ങൾ ചൂസ് ചെയ്യണം. അങ്ങനെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ബെസ്റ്റ് പ്ലാറ്റ്ഫോം ആണെന്നുള്ളത് ഞാനിവിടെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി എല്ലാ ആളുകളുടെയും ഒരു വലിയ സ്വപ്നമാണ് സ്വന്തമായിട്ട് ഒരു വീട് വെക്കുക, ഫാമിലിയുടെ കൂടെ സമാധാനത്തോട് ജീവിക്കുക എന്നുള്ളതൊക്കെ. അപ്പോ ഇന്ന് സ്വന്തമായിട്ട് വീട് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലോണും കാര്യങ്ങളും ഉണ്ടെങ്കിൽ 10-20 വർഷം ലോണും കാര്യങ്ങളൊക്കെ അടയ്ക്കണം. എന്നാൽ ഒരു ബാധ്യതകളും ഇല്ലാതെ എല്ലാ ടെൻഷൻസും ഫ്രീ ആയിട്ട് ഒരു സ്വന്തമായിട്ട് നമ്മുടെ ഫാമിലിയുടെ കൂടെ സമാധാനത്തോടെ ജീവിക്കാൻ എന്ത് ചെയ്യണം, ഒരു വീട് വെക്കുക. അങ്ങനെ സന്തോഷത്തോടെ ജീവിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിലവിൽ ചെയ്യുന്ന ജോലിയിലൂടെ അല്ലെങ്കിൽ നിലവിൽ ചെയ്യുന്ന ബിസിനസ്സിലൂടെ അത് സമീപകാലത്ത് സാധ്യമല്ല എന്നുണ്ടെങ്കിൽ, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾക്ക് അത് നേടിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ബിസിനസ് അവസരം നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. പിന്നെ ഏതൊരു ഫാമിലിയുടെയും സ്വപ്നമാണ് സ്വന്തമായിട്ടൊരു വാഹനം. അതൊരു ലക്ഷ്വറിയോ കാര്യങ്ങളൊന്നുമല്ല. കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്ന് മഴക്കാലം ആയിക്കോട്ടെ, വേനൽക്കാലം ആയിക്കോട്ടെ, ഈ സാഹചര്യത്തിലൊക്കെ നമുക്ക് പുറമെ ഒന്ന് ഫാമിലിയുടെ കൂടെ ഒന്ന് പോകണം എന്നുണ്ടെങ്കിൽ, എങ്ങോട്ടെങ്കിലും പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഒരുപാട് പകർച്ചവ്യാധികളും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് പബ്ലിക് ട്രാൻസ്പോർട്ടുകളൊക്കെ നമുക്ക് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റിസ്ക്കുമാണ്, ആരോഗ്യത്തിന് റിസ്ക്കുമാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഒരു വാഹനം എന്നുള്ള ഒരു എസെൻഷ്യൽ ആണ്. ഇനി അതൊന്നും വേണ്ട, വീട്ടിലൊരു എമർജൻസി വന്നു, നമുക്ക് എന്ത് ചെയ്യണം, അവരെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാനോ മറ്റുള്ള കാര്യങ്ങൾക്കോ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഒരു വാഹനം വേണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ ആശ്രയിക്കാതെ നമുക്കത് കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഒരു വാഹനം എന്നുള്ളത് അത്യാവശ്യമായിട്ടൊരു കാര്യമാണ്. അപ്പൊ അങ്ങനെ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമായിട്ട് വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു മേഖല നിങ്ങൾക്ക് ഏറ്റെടുക്കാനും നിങ്ങളുടെ സ്വപ്നങ്ങൾ ഫുൾഫിൽ ചെയ്യാനും സാധിക്കും. അതോടൊപ്പം ഏതൊരാളുടെയും സ്വപ്നമാണ് സ്വന്തം മക്കളുടെ വിദ്യാഭ്യാസം, അല്ലെങ്കിൽ അവരുടെ മാരേജ്, അവർക്ക് വേണ്ട ഭാവിയിലേക്ക് വേണ്ട കാര്യങ്ങൾ, ഇതൊക്കെ നല്ല രീതിയിൽ അവർ ആഗ്രഹിച്ച രീതിയിൽ ചെയ്തു കൊടുക്കുക എന്നുള്ളത്. അപ്പൊ ഇതും നമുക്ക് നിലവിലുള്ള ജോലിയിലൂടെ സാധിക്കോ ഇല്ലേ എന്നുള്ളതാണ് നമ്മൾ ക്വസ്റ്റ്യൻ. പിന്നെ ഏതൊരു സാധാരണക്കാരന്റെയും മെയിൻ ആയിട്ടുള്ള ആഗ്രഹങ്ങളാണ് ഫാമിലിയുടെ കൂടെ സമാധാനത്തോടു കൂടി, വരുമാനത്തൊന്നും ബാധിക്കാതെ. ഉദാഹരണം പറഞ്ഞ ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ എങ്ങോട്ടെങ്കിലും പോയി കഴിഞ്ഞാൽ ബിസിനസ് ചിലപ്പോൾ ഡൗൺ ആവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ജോലിയിൽ നമുക്ക് ലീവ് കിട്ടാൻ സാധ്യതയില്ല. അങ്ങനെയൊക്കെ സമാധാനത്തോടുകൂടി പല സ്ഥലങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യണം, നിങ്ങൾ സ്വപ്നത്തിലുള്ള പല സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ബിസിനസ് ഏറ്റെടുക്കാൻ കഴിയും. അതല്ല എന്നുണ്ടെങ്കിൽ, നമ്മുടെ ഇത്രയും കാലം നമ്മൾ വളർത്തിയുള്ള പാരന്റ്സ്, അവർക്ക് വേണ്ട മെഡിക്കൽ കെയർ, അവർക്ക് ഇനി വല്ല തീർത്ഥാടനങ്ങൾ, ഉദാഹരണം പറയാൻ ഹജ്ജ്, ഉംറ, അല്ലെങ്കിൽ മറ്റു പല സ്ഥല അമ്പലങ്ങളിലേക്കൊക്കെ പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അവർ ആഗ്രഹിച്ച രീതിയിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിലവിൽ നമ്മുടെ മുന്നിൽ എന്താണ് സൊല്യൂഷൻ? കാരണം ഇത് നമ്മളെല്ലാം തന്നെ നമ്മുടെ ലൈഫിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ലൈഫിലൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കിട്ടുന്ന വരുമാനം കൊണ്ട് ഒരു മാസത്തെ രണ്ടറ്റം എങ്ങനെ കൂട്ടിമുട്ടിക്കാം, അതിൽ പല ആഗ്രഹങ്ങളും പല സ്വപ്നങ്ങളും നമ്മൾ എന്ത് ചെയ്യാണ്, കോംപ്രമൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, വേണ്ട എന്ന് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ എന്താണ് നമുക്ക് സൊല്യൂഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഫൈനാൻഷ്യൽ ഫ്രീഡം ആൻഡ് ടൈം ഫ്രീഡം എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, എത്തണം. എന്താണ് ഫൈനാൻഷ്യൽ ഫ്രീഡം? അതായത് സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടില്ലാതെ, സ്ഥിരമായിട്ട് ഒരു ടെൻഷനും ഇല്ലാതെ വരുമാനം എന്ത് ചെയ്യണം, വന്നുകൊണ്ടേയിരിക്കണം. അത് നമ്മൾ എന്ത് ആഗ്രഹങ്ങൾ ആഗ്രഹിച്ചാലും അത് ഈ പണം കൊണ്ട് അത് സാധിക്കണം. അതാണ് ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ. കാരണം വരുമാനത്തിൽ ഒരു കുറവും വരാൻ പാടില്ല, ഒരു ടെൻഷനും വരാൻ പാടില്ല.
അതിന്റെ കൂടെ തന്നെ എന്ത് വേണം, ടൈം ഫ്രീഡം എന്ന് പറഞ്ഞ ഇതുണ്ട്. ടൈം ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നാട്ടിൽ ഒരുപാട് ബിസിനസ്സുകാരുണ്ട്. അവരൊക്കെ പല പല ബിസിനസ് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ വരുമാനം വാങ്ങിക്കുന്നുണ്ട്. പക്ഷെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു ക്വാളിറ്റി ടൈം എന്ത് ചെയ്യാൻ പറ്റില്ല, സ്പെൻഡ് ചെയ്യാൻ, ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാനോ സുഹൃത്തുക്കളുടെ കൂടെ സ്പെൻഡ് ചെയ്യാനോ എങ്ങോട്ടെങ്കിലും യാത്ര പോകാനോ സാധിച്ചോളുന്നില്ല. ടൈം അവർക്ക് ഉണ്ടാവില്ല. എന്നാൽ ഇവിടെ എന്താണ് ഈ ഒരു ബിസിനസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനാൻഷ്യൽ ഫ്രീഡവും ടൈം ഫ്രീഡവും നമുക്ക് ഒരുപോലെ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു ചാൻസ് ആണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ആളുകൾ മനസ്സിലാക്കുന്നത് ജോലി എന്ന് പറഞ്ഞ ഒരു മിത്താണ്. കാരണം അവിടെ ജോലി എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് ജീവിച്ചു പോകാൻ വേണ്ടി മാത്രമേ പറ്റുള്ളൂ. ഒരു ബിസിനസ്സുകാരനാണ് ശരിക്കും അവരുടെ ലൈഫ് ഫൈനാൻഷ്യൽ ഫ്രീഡവും ടൈം ഫ്രീഡവും ഒക്കെ എൻജോയ് ചെയ്യുന്ന ആളുകൾ. നിങ്ങൾ തന്നെ വേണമെന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ ചുറ്റുഭാഗത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രാമത്തിൽ നല്ല എന്താണ് ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകൾ, അതിന് വീട് വെച്ച ആളുകളായിക്കോട്ടെ, അതല്ലെങ്കിൽ മക്കളെ നല്ല രീതിയിൽ പഠിപ്പിക്കുന്ന ആളുകളായിക്കോട്ടെ, നല്ല വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാരായിക്കോട്ടെ, അതായത് നല്ല ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകളെല്ലാം തന്നെ ബിസിനസ്സുകാരായിരിക്കും. പക്ഷെ ജോലി ചെയ്യുന്ന ആളുകൾ എന്താണ്, അവരിങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ലൈഫിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ആളുകൾക്കെല്ലാം അറിയാം ബിസിനസ് ചെയ്താലേ വിജയിക്കൂ എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ പ്രധാന പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ബിസിനസ് എപ്പോ തുടങ്ങണമെന്ന് ആർക്കും അറിയില്ല. കാരണം ശരിയായ സമയത്ത് ശരിയായ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ മാത്രമേ വലിയ രീതിയിലുള്ള വിജയങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. ഉദാഹരണം പറയാന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹം ഫേസ് ചെയ്യുന്ന, സമൂഹം അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണോ അതിന് സൊല്യൂഷൻ കൊടുക്കാൻ കഴിയുന്ന ഏതെല്ലാം ബിസിനസ്സുകൾ ഉണ്ടോ അവരെല്ലാം തന്നെ വലിയ വിജയങ്ങളിലേക്ക് എത്തും. എക്സാമ്പിൾസ് പറയാന്നുണ്ടെങ്കിൽ നമ്മളെ നാട്ടില് കോവിഡ് എന്ന് പറയുന്ന ഒരു മഹാമാരി വന്ന സമയത്ത് എല്ലാവരും വീടിന്റെ ഉള്ളിൽ ഒരു 4 ചുവരോട് ഇരിക്കുന്ന സമയത്ത് റെസ്റ്റോറന്റിൽ പോയി ഫുഡ് കഴിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ റെസ്റ്റോറന്റുകൾ പോകാൻ നമുക്ക് സാധിക്കില്ല. ആ സമയത്താണ് സ്വിഗ്ഗി, സൊമാറ്റോ പോലുള്ള ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. അങ്ങനെ അവർ വന്നു, അവര് ഫുഡ് നമ്മളെ വീട്ടിലേക്ക് എത്തിച്ചു തന്നു. ആ ഒരു സ്വിഗ്ഗി സൊമാറ്റോ പോലുള്ള ആപ്ലിക്കേഷൻസ് അന്ന് ആ കറക്റ്റ് സമയത്ത് തുടങ്ങിയതുകൊണ്ട് ഇന്ന് ആ മേഖലയിൽ എന്ത് ചെയ്തു, ഡെലിവറി രംഗത്ത് എന്ത് ചെയ്തു, അവര് വമ്പന്മാരായി മാറി. ഇന്ന് നമ്മളൊരു ഡെലിവറി ആപ്പ് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ ആരോടാ മത്സരിക്കേണ്ടത്, സ്വിഗ്ഗി സൊമാറ്റോ പോലുള്ള ആപ്ലിക്കേഷൻസോടാ മത്സരിക്കുക. അവർ ശരിയായ സമയത്ത് തുടങ്ങിയതുകൊണ്ടാണ് അവർ വൻ ലീഡേഴ്സ് ആയിട്ട് മാറിയത്. അതേപോലെ ശരിയായ സമയത്ത് ശരിയായ ബിസിനസ് തുടങ്ങിയാൽ മാത്രമേ വിജയിക്കുള്ളൂ. അല്ലാതെ ഒരു സുഹൃത്ത് ഒരു റെസ്റ്റോറന്റ് തുടങ്ങി വിജയിച്ചിട്ടുണ്ട്, അതിലൂടെ അവർ നേട്ടം ഉണ്ടാക്കുന്നുണ്ട്, നമ്മളും പോയി റെസ്റ്റോറന്റ് തുടങ്ങിയിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ സുഹൃത്തൊരു ടെക്സ്റ്റൈൽസ് തുടങ്ങിയിട്ടുണ്ട്, അവൻ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ നമ്മളും പോയിട്ട് ടെക്സ്റ്റൈൽസ് തുടങ്ങിയിട്ട് കാര്യമില്ല. കറക്റ്റ് സമയത്ത് സമൂഹം ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്താണോ അത് ഐഡന്റിഫൈ ചെയ്ത് അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്ത് അത് കൊടുക്കാൻ കഴിയുന്ന ആളുകൾ മാത്രമേ വലിയ വിജയങ്ങളിലേക്ക് എത്തുള്ളൂ. അങ്ങനെ നോക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇന്ന് നമ്മുടെ സമൂഹം, ഇന്ന് നമ്മുടെ ആളുകൾ ഫേസ് ചെയ്യുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പക്ഷെ ഇന്ന് ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സെർച്ച് ചെയ്യുന്ന രണ്ടേ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ, രണ്ടാമത് സാമ്പത്തിക പ്രശ്നങ്ങൾ. ആരോഗ്യ പ്രശ്നങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ലോ എനർജി, അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ, ജീവിതശൈലി രോഗങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. പുവർ ന്യൂട്രീഷൻ, കറക്റ്റ് ആയിട്ടുള്ള ഭക്ഷണമോ കാര്യങ്ങളോ കഴിക്കാൻ കഴിയുന്നില്ല, പിന്നെ സ്ട്രെസ്, ഇങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ എന്ത് ചെയ്യാണ് ആളുകൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജീവിതശൈലി രോഗങ്ങൾ, നമ്മൾ പോലും കേൾക്കാത്ത പല രീതിയിലുള്ള അസുഖങ്ങൾ എന്ത് ചെയ്യാണ് ഇന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആ ജീവിതശൈലി രോഗങ്ങൾക്ക് നമുക്ക് മരുന്ന് കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ട സിറ്റുവേഷനിലേക്ക് എന്ത് ആളുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആളുകളുടെ ആരോഗ്യ പ്രശ്നം, ആളുകളുടെ അസുഖങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ മുന്നിൽ തെളിവാണ്, ഹോസ്പിറ്റൽസിന്റെ എണ്ണം കൂടുകയാണ്, ഡോക്ടേഴ്സിന്റെ എണ്ണം കൂടുകയാണ്, മെഡിക്കൽ ഷോപ്പുകളുടെ എണ്ണം കൂടുകയാണ്. അപ്പൊ ഇത് പ്രിവെന്റ് ചെയ്യാനും ആളുകൾ നോക്കുന്നുണ്ട്, ഈ ആരോഗ്യത്തോടെ ഇരിക്കാനും ആളുകൾ നോക്കുന്നുണ്ട്. അതിന്റെ തെളിവാണ് നമുക്ക് നമ്മുടെ നാട്ടിൽ ജിമ്മുകളുടെ എണ്ണം കൂടുന്നു, രാവിലെ നടക്കാൻ പോകുന്ന ആളുകളുടെ എണ്ണം കൂടുന്നു, യോഗ സെന്റേഴ്സിന്റെ എണ്ണം കൂടുന്നു, സൂംബ സെന്റേഴ്സിന്റെ എണ്ണം കൂടുന്നു, അല്ലെങ്കിൽ ഇതുപോലെ ആരോഗ്യം അല്ലെങ്കിൽ ആരോഗ്യത്തെ കുറിച്ചുള്ള ചാനൽസ്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്, ഇതൊക്കെ വാച്ച് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടുന്നു. കാരണം എന്താണ്, ആളുകൾ അസുഖം വരാതിരിക്കാൻ നോക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. അതായത് ആരോഗ്യ പ്രശ്നങ്ങൾ എന്താണ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ആരോഗ്യത്തോടെ ഇരിക്കാം എന്ന് ആളുകൾ എന്താണ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തിക പ്രശ്നങ്ങളാണ്. അതിൽ ഞാൻ ആദ്യമേ പറഞ്ഞു എന്തുകൊണ്ട് സാമ്പത്തിക പ്രോബ്ലംസ് വരുന്നു. ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എക്സ്പെൻസുകൾ കൂടുന്നു, കാരണം ചെലവുകൾ കൂടുന്നു. ഉദാഹരണം പറയാന്നുണ്ടെങ്കിൽ എങ്ങോ ഇറാനിൽ ഒരു യുദ്ധം നടന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് എന്ത് ചെയ്യാണ് നമ്മുടെ നാട്ടില് പെട്രോളിന്റെ അല്ലെങ്കിൽ ഡീസലിന്റെ ഒക്കെ വില കൂടി. അതുമായി ബന്ധപ്പെട്ട് എത്രയോ ഹോട്ടൽസ് എന്ത് ചെയ്യുന്നു, സഫർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരുപാട് മേഖലകൾ എന്ത് ചെയ്യുന്നു, സഫർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ ഒരു എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് മുഖേന പോലും നമുക്ക് നമ്മൾ ചെലവുകൾ എന്ത് ചെയ്യാണ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്നാൽ ലിമിറ്റഡ് ഇൻകം ഗ്രോത്ത്, നമുക്ക് ഒരു സാലറിയിലൊക്കെ ജോലിക്ക് കയറി കഴിഞ്ഞാൽ എത്രയോ വർഷങ്ങൾ ഒരേ സാലറിയിൽ വർക്ക് ചെയ്യണം. ഇനി സാലറി കൂടിയാൽ തന്നെ ചെറിയ രീതിയിലുള്ള വർധനവേ ഉള്ളൂ, പക്ഷെ അതിനേക്കാൾ ചെലവ് കൂടിയിട്ടുണ്ടായിരിക്കും. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്ന സിറ്റുവേഷൻ ഇല്ല. കാരണം വാങ്ങിക്കണം, ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ എന്തില്ല, ഒരു തരത്തിലും നമുക്ക് അതൊന്നും ഫ്രീഡോ കാര്യങ്ങളും ഇല്ല. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യാണ്, ഈ രണ്ട് പ്രശ്നങ്ങൾ ഇന്ന് ഭൂരിഭാഗം ആളുകൾ എന്ത് ചെയ്യാണ്, ഇന്ന് ഇന്റർനെറ്റിലും അല്ലെങ്കിൽ ഗൂഗിളിലും ഒക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
എന്താണ് ഇതിന് സൊല്യൂഷൻ എന്നുള്ളത്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ രണ്ട് പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷൻ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഒരു ബിസിനസ് പ്ലാറ്റ്ഫോം നമുക്ക് വേണ്ടി തരുന്ന ഒരു കമ്പനിയുടെ പേരാണ് ഫ്ലൈ വെൽനസ് ഗ്ലോബൽ എന്നാണ് ഈ ഒരു കമ്പനിയുടെ പേര്. വളരെ പ്രൗഡായിട്ട് പറയാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ബാംഗ്ലൂർ ആസ്ഥാനമായിട്ട് തുടങ്ങിയുള്ള ഒരു കമ്പനി വലിയൊരു വിഷനോട് കൂടി പ്രവർത്തിക്കുന്നു. കാരണം ഇന്ത്യയിൽ നിന്ന് ഗ്ലോബൽ ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇന്ന് ഏകദേശം 7ഓളം രാജ്യങ്ങളിൽ പ്രവർത്തനം തുടങ്ങിയിട്ടുള്ള ഒരു കമ്പനിയുടെ പ്ലാൻ ആണെന്നുള്ളത് നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ ഒരു 7 രാജ്യങ്ങളിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് എന്ത് ചെയ്യാണ് കിട്ടുകയാണ്. ഇനി ഈ കമ്പനിയുടെ മാനേജ്മെന്റിനെ കുറിച്ചൊക്കെ പറയാന്നുണ്ടെങ്കിൽ, നിങ്ങൾ ബാംഗ്ലൂർ ആസ്ഥാനമായി കമ്പനി പ്രവർത്തിക്കുന്നു. ഇതിന്റെ മാനേജ്മെന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ വലിയൊരു വിഷനോട് കൂടി, കാരണം ഒരുപാട് ആളുകളുടെ ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം, ഒരുപാട് ആളുകളെ ഹെൽത്തി ലൈഫിലേക്ക് കൊണ്ടുവരണം, അല്ലെങ്കിൽ ഒരുപാട് ഈ ഇന്ത്യയിലുള്ള ഒരുപാട് സാധാരണക്കാരായ ആളുകൾ ഒരു ഗ്ലോബൽ ലീഡേഴ്സ് ആക്കി മാറ്റണം എന്നുള്ള ഒരു വലിയ വിഷനോട് കൂടി രാജേന്ദ്ര പ്രസാദ് അലാപതി എന്ന് പറയുന്ന നമ്മുടെ ഫൗണ്ടർ ആൻഡ് സിഇഒ നയിക്കുന്ന ഒരു വലിയ വിഷനോടുകൂടി നയിക്കുന്ന ഒരു കമ്പനിയാണ് ഈ ഒരു ഫ്ലൈ വെൽനസ് ഗ്ലോബൽ എന്ന് പറയുന്ന ഒരു കമ്പനി. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, ഈ സമൂഹം ഫേസ് ചെയ്യുന്ന രണ്ട് പ്രശ്നങ്ങൾക്ക് എന്ത് ചെയ്യാൻ ഒരു സൊല്യൂഷൻ ഇവിടെ കിട്ടി. അപ്പൊ ഇന്ന് കമ്പനി ഫോക്കസ് ചെയ്യുന്ന മെയിൻ ഏരിയ, കാരണം ആരോഗ്യ പ്രശ്നങ്ങളിൽ, കാരണം എന്തുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു, നമ്മുടെ നാട്ടിൽ കൂടിക്കൊണ്ടിരിക്കുന്നു എന്ന് റിസർച്ച് നടത്തി കഴിഞ്ഞാൽ 90% അസുഖങ്ങൾക്കും പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുവർ സെല്ലുലാർ ഹെൽത്ത് ആണ്. അതായത് നമ്മുടെ ശരീരത്തിലുള്ള കോശങ്ങൾക്ക് സംഭവിക്കുന്ന ഡാമേജ് ആണ്. ഇപ്പൊ എന്താണ് നമ്മൾ ഹ്യൂമൻ ബോഡി എന്ന് നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ മനുഷ്യ ശരീരം നോക്കിക്കഴിഞ്ഞാൽ കോടിക്കണക്കിന് കോശങ്ങൾ ചേർന്നിട്ടാണ് ഹ്യൂമൻ ബോഡി ക്രിയേറ്റ് ആയിട്ടുള്ളത്. അതിൽ ചെറിയ ചെറിയ കോശങ്ങൾ അത് ചേർന്നിട്ട് എന്ത് ചെയ്യുന്നു, ടിഷ്യൂസ് ആയി മാറുന്നു. ടിഷ്യൂസ് ചേർന്നിട്ട് എന്ത് ചെയ്യുന്നു, ഓർഗൻസ് ആയി മാറുന്നു. ഓർഗൻസ് ചേർന്നിട്ട് എന്ത് ചെയ്തു, ഓർഗൻ സിസ്റ്റം പിന്നീട് എന്ത് ചെയ്യാണ്, ഹ്യൂമൻ ബോഡി ആയിട്ട് മാറുന്നു. പക്ഷെ എന്താണ് സംഭവിക്കുന്ന ഒരു കാര്യം, നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്ന ഒരു കാര്യം, നമുക്കിടയിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ചെറിയ തലവേദനയോ അല്ലെങ്കിൽ ഒരു ക്ഷീണം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ, ചെറിയ ചെറിയ സിംറ്റംസും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഒന്നും തന്നെ ശ്രദ്ധിക്കാറില്ല. നമ്മളൊക്കെ ചെയ്യുന്ന മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് തലവേദനയ്ക്ക് ഗുളിക വാങ്ങി കഴിക്കും. പക്ഷെ എന്തുകൊണ്ട് ഇത് വന്നു എന്നുള്ള ഒരാൾ ചിന്തിക്കുന്നില്ല. കാരണം നമ്മുടെ ശരീരത്തിലെ സെല്ലുകൾ ചെറിയ ചെറിയ ഡാമേജ് വരുമ്പോഴാണ് ഇങ്ങനെയുള്ള സിംറ്റംസും കാര്യങ്ങളും കാണിക്കുന്നത്. സെല്ല് ഡാമേജ് ആയി, ടിഷ്യൂ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കും, ടിഷ്യൂ ഡാമേജ് ആവും, നമ്മൾ ശ്രദ്ധിക്കില്ല. പക്ഷെ ഓർഗൻസ് ഒക്കെ ഡാമേജ് ആവുന്ന സമയമ്പോഴേക്കും എന്ത് ചെയ്തു, നമ്മുടെ ആരോഗ്യം കൈവിട്ടു പോകും. അങ്ങനെ നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യാണ്, വലിയ വലിയ അസുഖങ്ങളിലേക്ക് മാറുകയാണ്. അത്രയും കാലം സമ്പാദിച്ച നമ്മുടെ സമ്പാദ്യം മുഴുവൻ വെറുതെ ഹോസ്പിറ്റൽസിലും കാര്യങ്ങളൊക്കെ കൊണ്ട് പോയി ചെലവാക്കേണ്ട ഒരു സിറ്റുവേഷനും കാര്യങ്ങളും വരും. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സെല്ലുകൾക്ക് വേണ്ട ന്യൂട്രീഷൻ കറക്റ്റ് ആയിട്ട് കൊടുത്താൽ, സെൽ ഡാമേജ് തടഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വരുന്ന ജീവിതശൈലി രോഗങ്ങളെ, ഭൂരിഭാഗം രോഗങ്ങളെ നമുക്ക് എന്തെങ്കിലും പ്രതിരോധിക്കാൻ കഴിയും. അപ്പൊ അങ്ങനെ നമ്മൾ സെല്ലുലാർ ന്യൂട്രീഷൻ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് വെൽനസ് പ്രൊഡക്റ്റുകളാണെന്നുള്ളത് കമ്പനി നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. അതിൽ വളരെ പ്രൗഡായിട്ട് അവതരിപ്പിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്, കാരണം ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് ആൽക്കലൈൻ ഫുഡ് ആയിട്ടുള്ള ന്യൂക്ലിയവിറ്റ എന്ന് പറയുന്ന ക്യാപ്സ്യൂൾ. കാരണം ഇത് ഒരു ബോക്സിൽ 60 ക്യാപ്സ്യൂളാണ് വരുന്നത്. അതിൽ നമുക്ക് വരുന്നത് രാവിലെയും വൈകിട്ടും ഭക്ഷണശേഷമാണ് നമ്മൾ കഴിക്കേണ്ടത്. ഏകദേശം 600ഓളം ഇൻഗ്രീഡിയൻസ് ഉള്ള ഒരു സൂപ്പർ ഫുഡാണ് ന്യൂക്ലിയവിറ്റ എന്ന് പറയുന്ന ക്യാപ്സ്യൂൾ. ഇത് ഉപയോഗിക്കുന്നതോടെ നമുക്ക് എന്താണ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ ബോഡിയെ ആൽക്കലൈൻ കണ്ടീഷനിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ബ്ലഡിന്റെ പി എച്ച് ഒക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ 7.35 ടു 7.45 എന്നുള്ള ലെവലിലൊക്കെയാണ്, 7 to 8 ലെവലിലാണെന്നുള്ളത് ബ്ലഡിന്റെ പി എച്ചും കാര്യങ്ങളൊക്കെ വരുന്നത്. പക്ഷെ നമ്മൾ ഇതിനെക്കുറിച്ച് അറിയുന്ന ആളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ കഴിക്കുന്ന ഭൂരിഭാഗം ഫുഡും അസിഡിക് നേച്ചറുള്ള ഫുഡാണ്. അപ്പോൾ നമ്മൾ ഇത് സ്ഥിരമായി കൂടുതൽ കഴിച്ചു എന്ത് ചെയ്യും, നമ്മുടെ ബോഡിയുടെ പി എച്ച് ലെവൽ മാറും. അത് വലിയ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കും. അപ്പൊ ഈ ബോഡിയുടെ പി എച്ച്, അസിഡിക് ലെവലിലെ ഫുഡും കാര്യങ്ങളും കഴിക്കുന്ന സമയത്ത് എന്ത് കഴിക്കണം എന്ന് വെച്ചാൽ, ബോഡിയുടെ ആൽക്കലൈൻ കണ്ടീഷനിലേക്ക് എന്ത് ചെയ്യുക, ആൽക്കലൈൻ ആയിട്ട് എന്ത് ചെയ്യുക, കൂട്ടുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ന്യൂക്ലിയവിറ്റ എന്ന് പറയുന്ന ക്യാപ്സ്യൂൾ. ഇത് ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ ബോഡിയുടെ ആൽക്കലൈൻ കണ്ടീഷൻ ഉയർത്താനും അതിലൂടെ നമുക്ക് ആരോഗ്യത്തോടെ ഇരിക്കാനും സാധിക്കുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. ഒരു ബോക്സിന്റെ ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ് വരുന്നത് 2500 രൂപ പ്ലസ് GST ആണെന്നുള്ളത് ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ അടുത്തതായിട്ട് കമ്പനി അവതരിപ്പിക്കുന്ന ഒരു വെൽനസ് ഷോട്ടാണ് ഫ്ലൈ റിട്രീവ് എന്ന് പറയുന്ന ഈ പ്രൊഡക്റ്റ്. അതിൽ നാനോ സസ്പെൻഷൻ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഇൻഗ്രീഡിയൻസിനെ വേർതിരിച്ചെടുത്തുകൊണ്ട് ഒരു 30 ml ഒരു 15 ഷോട്ടുകളാണ് ഒരു ബോക്സിൽ വരുന്നത്. ഇത് ഉപയോഗിക്കുന്നതോടെ നമുക്ക് നമ്മൾ എനർജി ലെവൽ കൂടുന്നു, നമ്മൾ ഇമ്മ്യൂണിറ്റി ലെവൽ കൂടുന്നു, അങ്ങനെ ആരോഗ്യത്തോടെ ഇരിക്കാൻ നമ്മൾ സഹായിക്കുന്നു, അസുഖങ്ങൾ നമ്മൾ തടയുന്നു. അങ്ങനെ ഒരുപാട് ആരോഗ്യപരമായിട്ടുള്ള ബെനിഫിറ്റ് എന്ത് ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് തരുന്നുണ്ട്. ഇതിന്റെ 15 ഷോട്ടിന് നമുക്ക് വരുന്നത് ഒരു ബോക്സിൽ 15 ഷോട്ട് ആണെന്നുണ്ടെങ്കിൽ അതിന് 3050 രൂപ പ്ലസ് GST ആണെന്നുള്ളത് ഇതിന്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്ന് നമ്മൾ വളരെ പ്രൗഡായിട്ട് പറയുന്ന ഒരു കാര്യം തന്നെ, ഈ ഒരു കമ്പനിയുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രൊഡക്റ്റ് എന്ന് പറയാൻ കഴിയും. കാരണം ഇന്ന് കമ്പനി തുടങ്ങി അന്ന് മുതൽ വളരെ ഹിറ്റായിട്ട്
വളരെ ഫാസ്റ്റ് ആയിട്ട് ഒരുപാട് ആയിരക്കണക്കിന് ആളുകൾക്ക് വലിയ രീതിയിൽ ആരോഗ്യ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഫ്ലൈവൺ സെല്ലുലാർ ന്യൂട്രീഷൻ എന്ന് പറയുന്ന ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഗ്രേപ്പിന്റെ സ്റ്റെം സെൽ ടെക്നോളജി ഉപയോഗിച്ച് ഗ്രേപ്പിന്റെ സ്റ്റെം സെൽ ഉപയോഗിച്ചുകൊണ്ട് സ്റ്റെം സെൽ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇത് ഫ്ലൈവൺ സെല്ലുലാർ ന്യൂട്രീഷൻ. ഇതിൽ ഏകദേശം 29ഓളം ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ 29 ഇൻഗ്രീഡിയൻസിനും ഓരോരോ പർപ്പസ് ഉള്ളതുകൊണ്ട് ഒരുപാട് ആരോഗ്യപരമായുള്ള ബെനിഫിറ്റ് എന്തെന്ന് നമ്മുടെ ശരീരത്തിന് കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. അപ്പൊ ഇത് നമുക്ക് മനസ്സിലാക്കി, ഇത് സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സബ്ലിങ്കൽ ആപ്ലിക്കേഷൻ ആണ്. അതായത് നമ്മൾ ഒരു ഇതിൽ 14 സേഷൻ എന്ന് പറഞ്ഞു, 14 സേഷൻ ഒരു സേഷൻ രാവിലെ എടുക്കുക, വായ കഴുകിയതിനു ശേഷം നാവിന്റെ അടിയിലേക്ക് പൗഡർ ഡെപ്പോസിറ്റ് ചെയ്യുക, എന്നിട്ട് കുറച്ചു നേരം എന്താണ് വായ അടച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ മാക്സിമം അബ്സോർപ്ഷൻ കിട്ടും, ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് എന്തെങ്കിലും കിട്ടുന്നതാണ്. എന്തിനാണ് നാവിന്റെ അടിയിൽ കൊടുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു നെഞ്ചുവേദനയ്ക്ക് വന്ന ഒരാൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഒരു എന്താണ് ആസ്പിരിൻ പോലുള്ള ചെറിയ ചെറിയ ടാബ്ലറ്റ് ആണ് എന്ത് ചെയ്യുക നാവിന്റെ അടിയിൽ വെച്ച് കൊടുക്കുക. എന്താ നാവിന്റെ അടിയിൽ വെക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പവർഫുൾ ആയിട്ടുള്ള വെയിൻസ് നാവിന്റെ അടിയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഫാസ്റ്റ് ആയിട്ട് അബ്സോർപ്ഷൻ കിട്ടും. അപ്പൊ അതുകൊണ്ട് ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് ഈ പ്രോഡക്റ്റ് ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ ഒരു 3 പ്രോഡക്റ്റുകൾ എന്താണ് വേണ്ട രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കാൻ തയ്യാറാണെങ്കിൽ ആരോഗ്യത്തോടെ നിങ്ങളുടെ ഫാമിലിയെ സംരക്ഷിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഘടകം. അതിലൂടെ തന്നെ ഒരുപാട് ആളുകൾക്ക് നല്ല രീതിയിലുള്ള റിസൾട്ടുകളും കാര്യങ്ങളൊക്കെ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇനി ഞാൻ ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ എന്ത് ചെയ്തു നമ്മുടെ കമ്പനി തന്നു. ഇത് നിങ്ങൾക്ക് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആരോഗ്യപരമായുള്ള പ്രശ്നങ്ങൾക്ക് എന്ത് പറ്റും, ഈ പ്രോഡക്റ്റുകൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതിലൂടെ രണ്ടാമത്തെ പ്രശ്നം നേരത്തെ പറഞ്ഞ പോലെ എന്താണ് സാമ്പത്തിക പ്രശ്നങ്ങളാണ്. ഈ സാമ്പത്തിക പ്രശ്നം നേരത്തെ പറഞ്ഞു എന്തുകൊണ്ട് കൂടുന്നു ചോദിച്ചാൽ ചെലവുകൾ കൂടുന്നു, വരുമാനം കൂടുന്നില്ല. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, ഈ പ്രശ്നങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ തീർക്കാൻ എന്ത് ചെയ്യണം, ഒരു ബിസിനസ് തുടങ്ങുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു കാര്യം. കാരണം നേരത്തെ പറഞ്ഞൊരു കാര്യം ഫൈനാൻഷ്യൽ ഫ്രീഡം അല്ലെങ്കിൽ ടൈം ഫ്രീഡം ഈ ലെവലിലേക്കൊക്കെ എത്തണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഒരു ബിസിനസ് തുടങ്ങുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഭൂരിഭാഗം ആളുകളും ബിസിനസ് വേണ്ട എനിക്ക് ജോലി മതി എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഏത് ബിസിനസ് എപ്പോൾ തുടങ്ങണം എന്നറിയില്ല. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് തുടങ്ങണം എന്നുണ്ടെങ്കിൽ ലക്ഷങ്ങളും കോടികളും എന്ത് ചെയ്യേണ്ടി വരും, ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്താൽ തന്നെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലുള്ള കോമ്പറ്റീഷൻ, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ കാരണം എന്ത് ചെയ്യും, നമ്മളെ ബിസിനസ് നഷ്ടത്തിൽ വരാനും സാധ്യതയുണ്ട്. അതായത് ഇൻവെസ്റ്റ് ചെയ്ത പണം നഷ്ടം വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ലക്ഷങ്ങളും കോടികളും മുടക്കാനും അത് റിസ്ക് ഉണ്ട് എന്നുള്ള പേടി കൊണ്ട് ഭൂരിഭാഗം ആളുകൾ എന്ത് ചെയ്യാണ്, എനിക്ക് ബിസിനസ് വേണ്ട ജോലി മതി എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണ്. എന്നാൽ ഇവിടെ ഞാൻ പറയാൻ പോകുന്ന ഒരു അവസരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾക്ക് ഒരു ഗ്ലോബൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണെന്നുള്ളത് നിങ്ങൾക്ക് കിട്ടുന്നത്. അതായത് ഒരു ഇന്റർനാഷണൽ കമ്പനിയുടെ ഒരു ഗ്ലോബൽ ഫ്രാഞ്ചൈസി ഇന്ത്യയാണ് നിങ്ങൾക്ക് കിട്ടുകയാണ്. നിങ്ങൾക്ക് ഒരു ഈ ഗ്ലോബൽ ഇ കൊമേഴ്സ് വെൽനസ് പാർട്ണറായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറാൻ കഴിയും. അപ്പൊ അതിലൂടെ ലോകം മുഴുവൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു വലിയൊരു കമ്മ്യൂണിറ്റിയെ ക്രിയേറ്റ് ചെയ്യാനും ഒരു വലിയ രീതിയിൽ ഒരു വരുമാനം വാങ്ങിക്കാനും കഴിയുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അത് മാത്രമല്ല ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 രൂപ നഷ്ടം വരുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം ഇവിടെ കമ്പനി പറയുന്ന പാക്കേജുകൾ 5 പാക്കേജുകൾ ഉണ്ട്. ഈ പറയുന്ന 5 പാക്കേജിൽ ഏത് പാക്കേജ് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നിങ്ങളുടെ സാമ്പത്തികാവസ്ഥ അനുസരിച്ച് നിങ്ങൾക്കൊരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, ലൈഫിൽ വിജയിക്കാൻ ആഗ്രഹമുണ്ട്, നിങ്ങളുടെ സാമ്പത്തികാവസ്ഥ എന്താണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ചൂസ് ചെയ്യാം. ഒരു നിർബന്ധമോ കാര്യങ്ങളോ ഇല്ല. അതായത് ഒരു ബേസിക് പാക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവലം ഒരു ബോക്സ് ന്യൂക്ലിയർ വാങ്ങിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള പ്രൊഡക്റ്റുകൾ വാങ്ങിച്ചുകൊണ്ടോ ഒരു ബോക്സ് വാങ്ങിച്ചുകൊണ്ട് നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഒരു ബോക്സ് ഏതെന്ന് പറഞ്ഞാൽ 22 PV ആണ്. അതിന് 2500 രൂപ പ്ലസ് GST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2625 രൂപ മുടക്കിക്കൊണ്ട് നിങ്ങൾക്ക് എന്തൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പ്ലസ് കൊറിയർ ചാർജ് ഉണ്ട് 100 രൂപ. 1 കിലോ വരെ 1 kg പ്രൊഡക്റ്റ് വരെ നമുക്ക് 100 രൂപയെ കൊറിയർ ചാർജ് ഉള്ളൂ. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് 2625 രൂപയ്ക്ക് നമ്മൾ ആലോചിക്കേണ്ട കാര്യം നമ്മളെ നാട്ടില് ഏതെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാൻ കഴിയോ ഇല്ലേ എന്നുള്ളത് മാത്രമാണ് ചോദിക്കാനുള്ളത്. അതിന് ഒന്നും കൂടെ മെച്ചപ്പെട്ട രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് 2 ബോക്സ് എടുത്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഒരു അഡ്വാൻസ് പാക്കേജിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 5250 രൂപ പ്ലസ് കൊറിയർ ചാർജ് വരുന്നുള്ളൂ. ഇനി നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 ബോക്സ് ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു വ്യക്തി ഇത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ബെനിഫിറ്റ്, അതിന്റെ ഒരു ബെനിഫിറ്റ് കിട്ടണം, ഹെൽത്ത് ബെനിഫിറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ മിനിമം ഒരു 4 ഉപയോഗിക്കണം. പിന്നെ ബിസിനസ്സും വളരെ സീരിയസ് ആയി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇനി മുതലുള്ള പാക്കേജുകൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ സാധിക്കും. അതായത് ഒരു 4 ബോക്സ് എടുക്കാൻ വേണ്ടി നമുക്ക് 10,500 രൂപ നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂ, വേണ്ടി വരുന്നുള്ളൂ. നമുക്ക് എന്ത് ചെയ്യുന്നു, മുടക്കുന്ന പൈസയ്ക്ക് പ്രോഡക്റ്റ് നമ്മൾ അഡ്രസ്സിലേക്ക് എന്ത് ചെയ്യുന്നു, കമ്പനി കൊറിയർ ചെയ്തിരുന്നു നമുക്ക് 7 രാജ്യങ്ങളിൽ ചെയ്യാൻ കഴിയുന്ന ഒരു ബിസിനസ് അവസരം കിട്ടുന്നു. ഇനി നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലിയിൽ 4 പേരുണ്ടെങ്കിൽ അവർക്ക് 4 പേർക്ക് ഉപയോഗിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഹെൽത്തി ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു 16 ബോക്സ് എടുത്തുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ആകെ വരുന്ന എത്രയാണ്, 42,000 രൂപ മാത്രമേ വരുന്നുള്ളൂ. പ്ലസ് 100 രൂപ അല്ലെങ്കിൽ 100 അല്ലെങ്കിൽ 150 രൂപ കൊറിയർ ചാർജ് നമുക്ക് വരുന്നുള്ളൂ. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ രീതിയിൽ വലിയ സ്കെയിലിൽ വലിയ വലിയ ആഗ്രഹങ്ങളും വലിയ വലിയ സ്വപ്നങ്ങളും നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ബിസിനസിന്റെ എല്ലാ ബെനിഫിറ്റ്സ് അൺലോക്ക് ചെയ്തുകൊണ്ട് ബിസിനസ് ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടൗൺ പാക്കേജ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു 40 ബോക്സ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം.
അതിനാകെ വരുന്ന കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 1,50,000 രൂപ വരുന്നുള്ളൂ. നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,50,000 രൂപ മുടക്കിക്കൊണ്ട് നമ്മളെ നാട്ടിൽ എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ പറ്റുമോ? നമ്മളൊന്ന് ആലോചിക്കുക, ലക്ഷങ്ങളും കോടികളും മുടക്കി നമ്മളൊരു കമ്പനിയുടെ ഫ്രാഞ്ചൈസി എടുത്താൽ ആ ഫ്രാഞ്ചൈസിക്ക് പോലും ഒന്നുണ്ട്, ഒരു ഏരിയ ലിമിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇന്ന ഏരിയയിൽ സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ, ഇന്ന ഏരിയയിൽ ആളുകൾക്ക് കൊടുക്കാൻ കഴിയുള്ളൂ, വേറെ ഏരിയയിൽ പോകാൻ പോലും പറ്റില്ല. എന്നാൽ ഇവിടെ എന്താ ബെനിഫിറ്റ്? നിങ്ങൾക്ക് മുടക്കുന്ന പൈസയ്ക്ക് പ്രൊഡക്റ്റ് കിട്ടി. ആ പ്രൊഡക്റ്റ് ഒരു 10 ഫാമിലിക്ക് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ തന്നെ നമ്മളെ മുടക്കിയ പൈസ മുഴുവൻ തിരിച്ചു കിട്ടി. അതിന് റീറ്റെയിൽ പ്രോഫിറ്റ്, റീറ്റെയിൽ MRP നമ്മൾ സെയിൽ ചെയ്യാന്നുണ്ടെങ്കിൽ MRP DP ഡിഫറൻസ് നമുക്ക് റീറ്റെയിൽ പ്രോഫിറ്റ് ആയിട്ട് നമുക്ക് എക്സ്ട്രാ പ്രോഫിറ്റും കിട്ടുന്നുണ്ട്. അപ്പോൾ 1 രൂപ നഷ്ടം വരാതെ നമുക്ക് എന്ത് ചെയ്യാൻ ഒരു ബിസിനസ് അവസരം നിലവിൽ 7 രാജ്യങ്ങളിൽ ചെയ്യാൻ കഴിയുന്ന, ഭാവിയിൽ ലോകം മുഴുവൻ സ്പ്രെഡ് ചെയ്യാൻ കഴിയുന്ന ഒരു ഗ്ലോബൽ ഫ്രാഞ്ചൈസി എന്താണ് നിങ്ങൾക്ക് കിട്ടുകയാണ്. ഇനി ഈ ഒരു പാക്കേജിൽ നിങ്ങൾ വന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാക്കേജിൽ വന്നു, നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യണമെന്ന് യാതൊരുവിധ നിർബന്ധമോ കാര്യങ്ങളോ ഇല്ല. മാസം മാസം എന്താണ് പർച്ചേസോ, മാസം മാസം മിനിമം എത്ര പ്രൊഡക്റ്റ് വാങ്ങിക്കണം എന്നുള്ള ടാർഗറ്റോ കാര്യങ്ങളോ അങ്ങനത്തെ ടെൻഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി നിങ്ങൾ ഒരു പ്രോ പാക്കേജിൽ വന്നൊരു വ്യക്തിയാണ്, നിങ്ങൾക്ക് റോയലിലേക്ക് മാറണം അല്ലെങ്കിൽ ക്രൗണിലേക്ക് മാറണം, റോയലിൽ മാറിയതിനു ശേഷം പിന്നെ ക്രൗണിലേക്ക് മാറാം, അതല്ലെങ്കിൽ പ്രോന്ന് നേരെ ക്രൗണിലേക്ക് നിങ്ങൾക്ക് മാറാൻ കഴിയും. പ്രോയിൽ വന്നൊരു വ്യക്തി 4 എടുത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നേരെ ക്രൗണിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ പിന്നീട് പോയിട്ട് 40 വീണ്ടും എടുക്കേണ്ട ആവശ്യമില്ല. എത്രയാണോ ബാലൻസ് ഉള്ളത്, അതായത് 40 - 4 എന്ന് പറഞ്ഞാൽ 36 അത് ബാലൻസ് എത്രയാണുള്ളത്, ആ ബാലൻസ് ഉള്ള 36 പ്രൊഡക്റ്റ് മാത്രം എടുത്താൽ മതി. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ബിസിനസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. ബിസിനസ് നമുക്ക് എന്ത് ചെയ്യും, ഒരു ടെൻഷൻസോ മന്ത്ലി ടാർഗറ്റോ മന്ത്ലി ആക്ടിവേഷനോ അങ്ങനത്തെ യാതൊരുവിധ ടെൻഷൻസോ കാര്യങ്ങളൊന്നും ഇല്ല. ലൈഫ് ലോങ് നമ്മൾ ഐഡിയ എന്താണ്, ആക്റ്റീവ് ആണെന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനൊരു നമുക്ക് ഫ്രാഞ്ചൈസി കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളൊരു ഫ്രാഞ്ചൈസി, ഒരു വേൾഡ് വൈഡ് ഫ്രാഞ്ചൈസി, ഒരു വലിയൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്ത് ഒരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടുന്നത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ചുറ്റുഭാഗത്തും ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അവസരങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അവസരങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ മുന്നിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു അവസരം ഒന്ന് പറയുക എന്നുള്ള നമ്മുടെ ഡ്യൂട്ടി. നിങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്തുക്കളും ബന്ധുക്കളായുള്ള ആളുകളോട് എന്ത് ചെയ്യുക, ഈ ഒരു അവസരത്തെ കുറിച്ച് നിങ്ങൾ ഡിസ്കസ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവുക. അങ്ങനെ ഡിസ്കസ് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ബിസിനസ്സിൽ വന്നു, നിങ്ങളെ സുഹൃത്ത് എന്ത് ചെയ്തു, ഒരു ബേസിക് പാക്കേജിൽ ഒരു പ്രൊഡക്റ്റ് എടുത്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അവർ നിങ്ങൾക്ക് എന്താണ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ബോക്സിൽ നിന്ന് ഡയറക്റ്റ് സെയിൽസ് ഇൻസെന്റീവ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ₹198 എന്ത് ചെയ്യും, നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കമ്പനി ഇന്ന് ക്ലോസിംഗ് കഴിഞ്ഞാൽ നാളെ തന്നെ നിങ്ങൾ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യും, അയച്ചു തരും. അതായത് ഇവിടെ ഡെയിലി വരുമാനം കിട്ടുന്ന ഒരു കൺസെപ്റ്റ് ആണ്, മന്ത്ലി വരുമാനം അല്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ഡെയിലി വരുമാനം എന്ന് പറഞ്ഞാൽ വർഷത്തിൽ 365 തവണ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വരുമാനം വാങ്ങിക്കാൻ കഴിയും. അപ്പൊ പെർ ബോക്സിൽ നിന്ന് ₹198 ആണ് നമുക്ക് എന്നുള്ളത് ഒരാളെ ഡയറക്റ്റ് റെഫർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അത് അഡ്വാൻസ് പാക്കേജിൽ 2 ബോക്സ് എടുത്തുകൊണ്ട് നിങ്ങൾ ഒരാളെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ബെനിഫിറ്റ് കിട്ടും, ₹396 നമുക്ക് എന്ത് ചെയ്യാണ്, ഡയറക്റ്റ് സെയിൽസ് ഇൻസെന്റീവ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് സ്പോൺസർ ചെയ്യുന്ന ഭാഗമായിട്ട് കിട്ടുകയാണ്. ഇനി നിങ്ങൾ സ്പോൺസർ ചെയ്ത വ്യക്തി നിങ്ങളെ കൂടെ എന്ത് ചെയ്യാണ്, 4 ബോക്സ് എടുത്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ₹792 നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യാണ്, കമ്പനി ക്രെഡിറ്റ് ചെയ്യും. ഇനി റോയൽ പാക്കേജിൽ 16 ബോക്സ് എടുത്തുകൊണ്ട് അവർ സ്റ്റാർട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ₹3168 നിങ്ങളുടെ ഡയറക്റ്റ് സെയിൽസ് ഇൻസെന്റീവ് ആയിട്ട് കമ്പനി ക്രെഡിറ്റ് ചെയ്യാം. ഇനി അതല്ല, ഒരു 40, നിങ്ങൾ ഒരു പക്ഷേ നമ്മളെ കൂടെ വരുന്ന ആളുകൾ നമ്മളെക്കാൾ ആവശ്യക്കാരും നമ്മളെക്കാൾ കഴിവുള്ള ആളുകളായിരിക്കാം. അപ്പൊ അവരെന്ത് ചെയ്യും, അവർ ഇതിന്റെ സാധ്യത മനസ്സിലാക്കി ഡയറക്റ്റ് ക്രൗണിൽ അവർ ഐഡിയ എടുത്ത് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാണ്, 40 × 198 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ₹7,920 നമ്മളെ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യാണ്, കമ്പനി ഇന്ന് ക്ലോസിംഗ് കഴിഞ്ഞാൽ നാളെ തന്നെ നമ്മളെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നുള്ളതാണ്. ഇനി ഇതിന്റെ വേറൊരു ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ കൂടെ വന്ന വ്യക്തി ഒരു പ്രോ പാക്കേജിൽ വന്ന ഒരാളാണ്, അദ്ദേഹം റോയലിലേക്ക് മാറുകയെന്നുണ്ടെങ്കിൽ, അപ്പോൾ പ്രോന്ന് റോയലിലേക്ക് മാറുമ്പോൾ 12 പ്രൊഡക്റ്റ് ആണ് എടുക്കുന്നത്. 2 മാസമോ 1 മാസമോ എപ്പോഴാണ് അവർ എടുക്കുന്നുണ്ടെങ്കിൽ, എപ്പോഴാണ് അവർ എടുക്കുന്ന ഒരു ഐഡിയയിലൂടെ എത്ര പ്രൊഡക്റ്റ് ആണോ പർച്ചേസ് ചെയ്തത്, നിങ്ങളുടെ സ്പോൺസർഷിപ്പിലാണ് വരുന്നുണ്ടെങ്കിൽ, ആ ഓരോ പ്രൊഡക്റ്റിനും ബാലൻസ് എടുക്കുന്ന 12 പ്രൊഡക്റ്റ് ആണെങ്കിൽ 12, ബാലൻസ് എടുക്കുന്ന 36 പ്രൊഡക്റ്റ് ആണെങ്കിൽ 36, അത് എപ്പോഴാണ് അവർ എടുക്കുന്നത്, നിങ്ങളാണ് അവരെ സ്പോൺസർ എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നിങ്ങൾ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യും, കമ്പനി ₹198 നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യും, കമ്പനി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അയച്ചു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ നമുക്ക് ഒരിക്കലും നമ്മൾ കൊണ്ടുവന്ന ആളുകൾ ചെയ്യുന്ന ബിസിനസ്സിൽ നഷ്ടമോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഇനി അടുത്ത ഒരു ഇൻസെന്റീവ് കമ്പനി തരുന്ന പറഞ്ഞാൽ പ്രൊഡക്റ്റ് ഗിഫ്റ്റ് വൗച്ചർ ആണ്. ഒരു ഫ്ലൈ പാസ് എന്ന് പറഞ്ഞൊരു ഗിഫ്റ്റ് വൗച്ചർ ആണ്. നമ്മൾ എല്ലാവരും തന്നെ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകാറുണ്ട്. അങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പല പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്യും. പർച്ചേസ് ബില്ലൊക്കെ കൊടുത്ത് ഇറങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യും, നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും, കുറച്ച് ഗിഫ്റ്റ് കൂപ്പൺസ് തരും. അതല്ലാതെ തന്നെ ഒരു മെസ്സേജ് വരും, ഇത്ര പോയിന്റ് ക്രെഡിറ്റ് ആയെന്ന് പറഞ്ഞിട്ട്. ആ പോയിന്റ് ക്രെഡിറ്റ് ആയതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്പോട്ടിൽ എൻഗേജ് ചെയ്യാൻ പറ്റില്ല, നെക്സ്റ്റ് പർച്ചേസിന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതേപോലെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾ എടുത്ത പാക്കേജിനനുസരിച്ച് കമ്പനി നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഫ്ലൈ പാസ് തരുന്നുണ്ട്. ആ ഫ്ലൈ പാസ് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എന്താണ് ഭാവിയിൽ ഉപയോഗിക്കാൻ പറ്റും. അതായത് നിങ്ങൾ ഓരോ വ്യക്തിയെ സ്പോൺസർ ചെയ്യുമ്പോഴും നിങ്ങളുടെ ID ക്രൗൺ ആണെങ്കിൽ, നിങ്ങളുടെ ID പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങളുടെ ID ക്രൗൺ ആണെങ്കിൽ, ഇവിടെയാണ് പാക്കേജിന്റെ ഡിഫറൻസ് വരുന്നത്. നിങ്ങളുടെ ID ക്രൗൺ ആണെങ്കിൽ ഒരു ബോക്സ് നിങ്ങൾ ഒരാളെ സ്പോൺസർ ചെയ്യുമ്പോൾ ₹594 ഫ്ലൈ പാസ് എന്ത് ചെയ്യും, നിങ്ങളുടെ വാലറ്റിലേക്ക് ക്രെഡിറ്റ് ആവും.
ഇത് എപ്പോഴാണോ 2,500 രൂപയ്ക്ക് മുകളിൽ വരുന്നത്, ആ സമയത്ത് നമുക്ക് പ്രൊഡക്റ്റ് വാങ്ങി MRP സെയിൽ ചെയ്യാനോ, അതല്ലെങ്കിൽ പുതിയൊരു സുഹൃത്ത് വരുന്ന സമയത്ത് അവർ ID ക്രിയേറ്റ് ചെയ്യാനോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ വാലറ്റ് ഉപയോഗിക്കാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് ഇത് എൻഗേജ് ചെയ്യാൻ പറ്റും. അതിന് നിങ്ങൾ ID റോയൽ ആണെങ്കിലോ അത് 495 രൂപയായിട്ട് എന്ത് ചെയ്യും, കുറയും എന്നുള്ളതാണ്. അത് പ്രോ പാക്കേജിലാണെങ്കിൽ എത്രയാണ്, 396 രൂപയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരാളെ ഡയറക്റ്റ് സ്പോൺസർ ചെയ്യുമ്പോൾ പെർ ബോക്സ് നിങ്ങൾക്ക് ഫ്ലൈ പാസ് വൗച്ചർ കിട്ടുക. ഇനി അഡ്വാൻസ് പാക്കേജിലാണ് നിങ്ങൾ ID എന്നുണ്ടെങ്കിലോ 297 രൂപയായിരിക്കും എന്ത് ചെയ്യുക, നിങ്ങളെ വാലറ്റിലേക്ക് എന്ത് ചെയ്യുക, കമ്പനി ക്രെഡിറ്റ് ചെയ്യുക. ഇനി ബേസിക് പാക്കേജ് ആണെന്നുണ്ടെങ്കിലോ 198 രൂപയാണ് എന്ത് ചെയ്യുക, കമ്പനി നിങ്ങളുടെ വാലറ്റിലേക്ക് ക്രെഡിറ്റ് ചെയ്യുക. അപ്പൊ അങ്ങനെ നമുക്ക് ഈ എടുക്കുന്ന പാക്കേജ് അനുസരിച്ച് നമുക്ക് എന്തെങ്കിലും മാറ്റമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വരുമാനം എങ്ങനെ കൂട്ടണം എന്നനുസരിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാക്കേജുകൾ ചൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിലൂടെ ഇവിടെ പാക്കേജുകൾ മാറുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്ട്രാ ബെനിഫിറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഒരു ടീമിനെ ബിൽഡ് ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, ഒറ്റ തവണ ലൈഫിൽ പർച്ചേസ് ചെയ്യാം. രണ്ട് പേരെ മാത്രമേ ഡയറക്റ്റ് ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യേണ്ടുള്ളൂ, പരിചയപ്പെടുത്തേണ്ട ആവശ്യമുള്ളൂ. അങ്ങനെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ ഡയറക്റ്റ് സെയിൽസ് ഇൻസെന്റീവ് മറ്റുള്ള കാര്യങ്ങൾക്ക് പുറമെ നിങ്ങൾ കൊണ്ടുവന്ന രണ്ടുപേരുണ്ട്, അവരെ ഗൾഫിലൊക്കെ ടീം ലെഫ്റ്റും റൈറ്റും ആയിട്ട് രണ്ട് ഓർഗനൈസേഷനിൽ വർക്ക് നടക്കുന്ന സമയത്ത് ലെഫ്റ്റിൽ ഒരു ബോക്സ് റൈറ്റിൽ ഒരു ബോക്സ് നമുക്ക് നടക്കുമ്പോൾ എന്താ ബെനിഫിറ്റ്, എക്സ്ട്രാ നമുക്ക് എന്ത് ചെയ്യും, ഒരു 180 രൂപ ഒരു ജോഡിക്ക് നമുക്ക് എന്ത് ചെയ്യും, കമ്പനി അയച്ചത് ലെഫ്റ്റ് നിന്നും റൈറ്റിൽ നിന്നും ഓരോ ബോക്സ് പെയർ ആയിട്ട് കമ്പനി നമുക്ക് എന്ത് ചെയ്യാണ്, 180 രൂപ എന്നുള്ളത് പെയറിംഗ് ബോണസ് ആയിട്ട് കമ്പനി നമുക്ക് അയച്ചു തരാം. അതേസമയം നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ സാധിക്കും. നിങ്ങൾ എടുക്കുന്ന പാക്കേജ് അനുസരിച്ച് കമ്പനി നമുക്ക് ഒരു അഡീഷണൽ ഇൻസെന്റീവ് തരുന്നുണ്ട്. അതിന്റെ പേരാണ് ഡബിൾ ചാനൽ ബോണസ് എന്നാണ് പറയുക. എന്താണ് ഈ ഡബിൾ ചാനൽ ബോണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എടുക്കുന്ന പാക്കേജ് അനുസരിച്ച് ഒരു ജോഡിക്ക് 180 കിട്ടുന്നതിന് പകരം നമുക്ക് ഒരു ജോഡിക്ക് 360 രൂപ കിട്ടും. അത് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു ബോക്സിന്റെ ബേസിക് പാക്കേജാണ് വന്നതെന്നുണ്ടെങ്കിൽ ദിവസവും നടക്കുന്ന എല്ലാ ദിവസവും ക്ലോസിംഗ്, എല്ലാ ദിവസവും രാത്രി 12 മണി ക്ലോസിംഗ് ആണ്. അതിനുള്ളിൽ നിങ്ങളുടെ ലെഫ്റ്റിലും റൈറ്റിലും എത്ര സെയിൽ നടന്നു അത് ജോഡിയായി പരിഗണിച്ച് നമുക്ക് എന്ത് ചെയ്യും, ഇൻസെന്റീവ് തരികയാണ് ചെയ്യാം, ചാനൽ ബോണസ് തരികയാണ് ചെയ്യുക. അപ്പൊ അതിൽ നമ്മൾ നോക്കേണ്ട കാര്യം, ബേസിക് പാക്കേജിൽ വന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ദിവസവും നടക്കുന്ന ഒരു ജോഡിക്ക് നമുക്ക് എന്ത് ചെയ്യും, 360 രൂപ തരും. അത് രണ്ട് ജോഡി ദിവസം നടക്കുകയാണെങ്കിലോ ഒരു ജോഡിക്ക് 360, രണ്ടാമത്തെ ജോഡിക്ക് 180 രൂപയ്ക്ക് കിട്ടുള്ളൂ, ചാനൽ ബോണസ് മാത്രമേ കിട്ടുള്ളൂ. ഇപ്പൊ ഡബിൾ ചാനൽ ബോണസ് ബേസിക് പാക്കേജിന് ഒരു ജോഡിക്കാണ് കിട്ടുക. അത് ഒരു ബോക്സ് എടുത്തിട്ടാണ് വന്നത്. അതേസമയം അഡ്വാൻസ് പാക്കേജിലെ വ്യക്തിയാണെന്നുണ്ടെങ്കിലോ ദിവസവും നടക്കുന്ന രണ്ട് ജോഡിക്ക് എന്ത് ചെയ്യും, 360 വെച്ച് കിട്ടും. മൂന്നാമത് മുതൽ നടക്കുന്ന എല്ലാ ജോഡിക്ക് എത്ര കിട്ടും, 180 രൂപയായിരിക്കും കിട്ടുക. ഇനി അതേസമയം നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, പ്രോ പാക്കേജിലാണെന്നുണ്ടെങ്കിൽ 4 ബോക്സ് എടുത്ത് വന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ദിവസവും നടക്കുന്ന 4 ജോഡിക്ക് എന്ത് ചെയ്യും, 360 കിട്ടും. അതിനുശേഷം നടക്കുന്ന എന്താണ് ഓരോ ജോഡിക്കും 180 രൂപയായിരിക്കും കിട്ടുക. അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, 16 ബോക്സിന്റെ പാക്കേജിൽ വന്ന ഒരാളാണെങ്കിലോ 16 ബോക്സിന് എന്ത് ചെയ്യും, നമുക്ക് 16 ബോക്സ് പെയർ ആകുമ്പോൾ അതിന് 360 രൂപ വെച്ചിട്ടും 17ാമത്തെ പെയർ മുതൽ നമുക്ക് 180 രൂപയായിരിക്കും കിട്ടുക. ക്രൗൺ പാക്കേജ് ആണെങ്കിൽ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദിവസവും നടക്കുന്ന 40 ബോക്സിന് നമുക്ക് എന്ത് ചെയ്യും, ഡബിൾ ചാനൽ ബോണസ് 360 രൂപ എന്ത് ചെയ്യും, കിട്ടും. അതിനുശേഷം നമുക്ക് 41ാമത്തെ പെയർ മുതൽ നമുക്ക് എന്ത് ചെയ്യും, 180 ആയിരിക്കും കിട്ടുക. അപ്പൊ അങ്ങനെ നമുക്ക് നമ്മളെ ഡബിൾ ചാനൽ ബോണസ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് ഡബിൾ ചാനൽ ബോണസ് 360 നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് എന്തെങ്കിലും മറ്റു രീതിയിൽ വരുമാനങ്ങളും കമ്പനി തരുന്നുണ്ട്. ഉദാഹരണം പറയാന്നുണ്ടെങ്കിൽ, ഇനി ഇതിന് ഈ ഒരു ചാനൽ ബോണസിന്റെ ഒരു സീലിംഗ് ലിമിറ്റ് ഉണ്ട്. ഈ ചാനൽ ബോണസിന്റെ സീലിംഗ് ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്, നമുക്ക് ഒരു ദിവസം നമ്മൾ എടുക്കുന്ന പാക്കേജ് അനുസരിച്ചിട്ടാണ് ഡെയിലി നമുക്ക് മാക്സിമം ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു എമൗണ്ട്, പൊട്ടൻഷ്യൽ ഡെയിലി ഏണിംഗ് പൊട്ടൻഷ്യൽ. അതായത് 2,500 ബേസിക് പാക്കേജിൽ വന്നൊരു വ്യക്തിയാണ്, 2,500 രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ഒരു ദിവസം ഉണ്ടാക്കാൻ കഴിയുന്ന വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2,500 രൂപയാണ്. അതേസമയം അഡ്വാൻസ് പാക്കേജിൽ വന്നൊരു വ്യക്തിയാണ്, 5,000 റുപ്പീസ് മുടക്കി വന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം മാക്സിമം ഏൺ ചെയ്യാൻ പറ്റുന്ന വരുമാനത്തിലാണ് 5,000 രൂപയാണ് വരുമാനം ഏൺ ചെയ്യാൻ കഴിയുക. അതേസമയം പ്രോ പാക്കേജിൽ വന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിലോ, അത് 4 ബോക്സ് എടുത്ത് പ്രോ പാക്കേജിൽ വന്നൊരു വ്യക്തിയാണെങ്കിൽ ഡെയിലി നിങ്ങൾക്ക് 10,000 രൂപയാണ് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ കഴിയുക. 40,000 രൂപ മുടക്കി 42,000 രൂപ മുടക്കി റോയൽ പാക്കേജിൽ വന്നൊരു വ്യക്തിയാണെങ്കിൽ ദിവസം നിങ്ങൾക്ക് എന്ത് ചെയ്യും, 40,000 രൂപയാണ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മാക്സിമം ഏൺ ചെയ്യാൻ കഴിയുക. അതേസമയം ക്രൗൺ പാക്കേജിൽ വന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദിവസവും എന്ത് ചെയ്യാൻ പറ്റും, 1,00,000 രൂപ വരുമാനം വാങ്ങിക്കാം. അതായത് 1,00,000 രൂപ വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസം 30 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കാൻ കഴിയുന്ന ഒരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു ബിസിനസ് പ്ലാൻ ആണെന്നുള്ളത് നിങ്ങൾ ഇവിടെ കേട്ടുള്ളത്. അപ്പൊ ഇനി നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് ചാനൽ ബോണസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനിയാണ് ഈ ബിസിനസിന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു വരുമാനം കിട്ടുന്നത്. കാരണം അതിന്റെ ഒരു പേരാണ് ലീഡർഷിപ്പ് ബോണസ് എന്ന് പറയുന്നത്. അതായത് ഈ ബിസിനസ്സിൽ നിങ്ങൾക്ക് വിജയിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വരുമാനം മാത്രം നോക്കിയിട്ടല്ല, നമ്മൾ വരുമാനം മാത്രം നോക്കുന്ന ആളുകൾക്ക് ഒരു വർഷത്തിൽ വിജയിക്കാൻ കഴിയില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ കൊണ്ടുവരുന്ന ആളുകളെ നമ്മൾ നല്ലൊരു സ്പോൺസറായി മാറുക എന്നുള്ളതാണ്. നല്ല ആളുകളെ സ്പോൺസർ ചെയ്യുക, ആ സ്പോൺസർ ചെയ്ത് നമ്മൾ കൊണ്ടുവന്ന ടീമിലുള്ള ആളുകൾക്ക് വരുമാനം വാങ്ങിച്ചു കൊടുക്കുക.
ടീമിനെ നമ്മൾ സഹായിക്കാൻ നമ്മൾ തയ്യാറാവുക. അതുകൊണ്ടാണ് ഇതിന് ലീഡർഷിപ്പ് ബോണസ് എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു വ്യക്തിയെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നു, ഡയറക്റ്റ് കൊണ്ടുവന്നു, സ്പോൺസർ ചെയ്തു, അതിലൂടെ അവർക്ക് വരുമാനം വാങ്ങിച്ചു കൊടുക്കാനുള്ള ഒരു ഹെൽപ്പ് നമ്മൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഈ ലീഡർഷിപ്പ് ബോണസ് ക്രൗൺ ഐഡിയുള്ള ആളുകൾക്ക് മാത്രമേ കിട്ടുള്ളൂ. സീരിയസ് ആയി ബിസിനസ് ചെയ്യുന്ന ക്രൗൺ ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഈ ഒരു ബോണസ് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ കൊണ്ടുവന്ന ഒരു വ്യക്തി ഒരു 1000 രൂപ ദിവസം വാങ്ങിക്കുകയാണെങ്കിൽ അതിന്റെ 15% എന്ന് പറഞ്ഞാൽ 150 രൂപ നമുക്ക് എന്ത് ചെയ്യും, എക്സ്ട്രാ നമുക്ക് കിട്ടും. അത് 10,000 രൂപ വരുമാനം വാങ്ങിക്കുകയാണെങ്കിലോ 1,500 രൂപ നമുക്ക് എന്ത് ചെയ്യാണ്, എക്സ്ട്രാ കിട്ടുകയാണ്. അത് 1,00,000 രൂപ വരുമാനം വാങ്ങിക്കുകയാണെങ്കിൽ എന്താണ്, 15% എന്ന് പറഞ്ഞാൽ 15,000 രൂപ നമുക്ക് എന്ത് ചെയ്യാണ്, ഓരോ ദിവസം നമുക്ക് എക്സ്ട്രാ വരുമാനം വാങ്ങിക്കാൻ സാധിക്കുകയാണ്. അപ്പോൾ 15,000 രൂപ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കുക, ഇത് അൺലിമിറ്റഡ് ആയിട്ട് ഏൺ ചെയ്യാൻ കഴിയുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം ഒരു 10 പേരെ ഡയറക്റ്റ് കൊണ്ടുവന്നാൽ ഈ 10 പേരെ 1,00,000ലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് 15,000 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ 1,50,000 രൂപ വരുമാനം എന്ത് ചെയ്യാൻ പറ്റും, ഒരു ദിവസം നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ കഴിയും. അത് നിങ്ങളെ സ്പോൺസറിങ് മാക്സിമം കൂട്ടി ഒരു നിങ്ങൾ കൊണ്ടുവന്ന ആളുകൾ മൊത്തം ഈ ഒരു 1,00,000 ഡെയിലി എന്നുള്ള ലെവലിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ വരുമാനം അൺലിമിറ്റഡ് ആയിട്ട് ഏൺ ചെയ്യാൻ കഴിയുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ അങ്ങനെ നമുക്ക് ലീഡർഷിപ്പ് ബോണസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏൺ ചെയ്യാൻ കഴിയും. ഇനി അതുകൂടാതെ നമുക്ക് കമ്പനി തരുന്ന മറ്റൊരു മന്ത്ലി ഇൻകം ആണ് റീപർച്ചേസ് ബോണസ്. ഞാൻ ഇതുവരെ പറഞ്ഞ എല്ലാ ഇൻകം നമുക്ക് ഡെയിലി കിട്ടുന്ന വരുമാനമാണെങ്കിൽ ഇവിടെ റീപർച്ചേസ് ബോണസ് എന്ന് പറഞ്ഞ എങ്ങനെയാണ്, മന്ത്ലി കമ്പനി തരാൻ പോകുന്ന ഒരു വരുമാനമാണ്. ഇവിടെ എങ്ങനെയാണെന്ന് നമ്മൾ നോർമലി നമുക്ക് ഓരോ ലെവൽ ഉണ്ടായിരിക്കും. ഫസ്റ്റ് ലെവൽ, അതായത് നമ്മൾ കൊണ്ടുവന്ന 2 പേര്, അതിന് താഴെ സെക്കൻഡ് ലെവൽ, അവർ കെയർ ഓഫിലുള്ള 4 പേര്, തേർഡ് ലെവൽ, ഫോർത്ത് ലെവൽ, ഫിഫ്ത്ത് ലെവൽ, സിക്സ്ത് ലെവൽ, സെവൻത്ത് ലെവൽ, ഇങ്ങനെ പല ലെവൽസും ഉണ്ടായിരിക്കും. ഇത് 1 മുതൽ 7 വരെയുള്ള ലെവലിൽ നമുക്ക് 5% മുതൽ 15% വരെ നമുക്ക് എന്ത് ചെയ്യാണ്, റീപർച്ചേസ് ബോണസ് മാസം വരുമാനം വാങ്ങിക്കാൻ കഴിയുന്ന ഒരു ചാൻസ് ആണ്. ഒരു വലിയൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടീമിലുള്ളവർ റീറ്റെയിൽ ചെയ്താൽ പോലും, അത് ഓരോ പ്രൊഡക്റ്റ് റീറ്റെയിൽ ചെയ്താൽ പോലും നമുക്ക് എന്താ പറയുക, അതിലൂടെ നമുക്ക് വരുമാനം വാങ്ങിക്കാൻ കഴിയുന്ന ഒരു അമേസിംഗ് ഓപ്പർച്യൂണിറ്റി ആണെന്നുള്ളത് നിങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ കഴിഞ്ഞുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് അവസരം ഏറ്റെടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് അവസരത്തിലൂടെ നിങ്ങളുടെ ലൈഫിൽ മാറ്റം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ ഏറ്റെടുക്കുകയാണെന്ന് എന്ത് ചെയ്യുക, ഈ ഒരു 3 പാക്കേജിൽ ഏതെങ്കിലും ഒരു പാക്കേജ് നിങ്ങൾ എന്ത് ചെയ്യുക, ഏറ്റെടുക്കുക. അതായത് പ്രോ പാക്കേജോ, റോയൽ പാക്കേജോ, ക്രൗൺ പാക്കേജോ നിങ്ങൾക്ക് ചൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റുകൾ ഓർഡറുകൾ പ്ലേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് പ്രൂഫ്, ഇമെയിൽ ഐ ഡി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ എന്താ പറയുക അയച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഐ ഡി ക്രിയേറ്റ് ചെയ്യാനും അതിലൂടെ നിങ്ങളുടെ പർച്ചേസ് കംപ്ലീറ്റ് ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെ എന്താണ് വരുന്ന ആളുകൾക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു അമേസിംഗ് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചാണല്ലോ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഞാൻ ചെയ്യുന്നു. ഒരുപാട് ആളുകളുടെ ലൈഫിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചു. എനിക്കും എല്ലാ ദിവസവും വരുമാനം വാങ്ങിക്കാൻ കഴിയുന്ന ഒരു അവസരമാണ്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നല്ലൊരു തീരുമാനം നിങ്ങൾ എടുക്കുക. ഒറ്റ കാര്യം പറയാനുള്ളൂ, 1 രൂപ നഷ്ടപ്പെടാനില്ല. പക്ഷേ നേടാൻ നമ്മളെ മുന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വലിയ വലിയ നേട്ടങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, വലിയ വലിയ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെല്ലാമുള്ള ഒരു സൊല്യൂഷൻ ആണെന്നുള്ളത് ഫ്ലൈ വെൽനസ് ഗ്ലോബൽ എന്ന് പറയുന്ന ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി. So take a wise decision. Thank you so much for watching.